ആദ്യമായി എന്നെ ഈ അൾത്താരയിൽ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജിമോൾ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് പേരയം സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 14 ഇവിടെ ഭയങ്കരമായി മെൻ്റലി ഡിപ്രസ്ഡ് ആയ ഒരു സമയത്ത് എനിക്ക് കൃപാസനത്തിൽ വരണമെന്നൊരു തോന്നൽ ഉണ്ടാവുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ അവരിവിടെ വന്ന സമയത്ത് അവരെല്ലാവരും ഇങ്ങോട്ട് വന്ന് മാതാവിനെ കാണാൻ വന്നു. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് മാതാവിനെ നോക്കി. എനിക്ക് ഉടമ്പടിയെ പറ്റിയൊന്നും അറിയില്ല. എന്നാലും ഞാൻ നേരെ ആ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി ഉടമ്പടി എടുക്കാൻ അവിടെ നിന്ന് ആളുകളടുത്തൊക്കെ ചോദിച്ച് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ച് അവർ കാണിച്ചു തന്നു. ഞാൻ അവിടെ നിന്ന് ഉടമ്പടി ടോക്കൺ എല്ലാം എടുത്ത ശേഷമാണ് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഉടമ്പടിക്ക് ടോക്കൺ എടുത്തു, ഞാനിനി പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ പോയി. 11 മണിയുടെ ക്ലാസ് ആയിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ 6:30 മണിയായി. അതുവരെയും കുഞ്ഞിനെയും കൊണ്ട് അവർ ഇവിടെയൊക്കെ നിന്നു, പുറത്തൊക്കെ നിന്നു. അന്നു മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കറക്റ്റായി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായി വച്ച നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ ആയിരുന്നു. ചേട്ടന് 3 വർഷമായി ഒരു വാദസംബന്ധമായ രോഗമുണ്ടായിരുന്നു. എന്താണ് രോഗമെന്ന് ഒരിടത്തൊന്നും കണ്ടെത്തിയില്ല. ആദ്യം അലോപ്പതി, പിന്നെ ആയുർവേദം, ഹോമിയോ, പല രീതിയിലും ഉള്ള ചികിത്സ ചെയ്തു. പക്ഷേ എന്താണ് രോഗമെന്ന് കറക്റ്റായി കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് നിയോഗം വെച്ച് എന്താണ് രോഗമെന്ന് എവിടെയെന്നെങ്കിലും മാതാവേ അത് കണ്ടെത്തി തരണേ എന്ന് വെച്ചാൽ രാവിലെ എണീച്ച ഉടനെ തന്നെ ഒരു ഗ്ലാസ് കപ്പ് വെള്ളം പോലും എടുത്ത് കയ്യിൽ കുടിച്ച് ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വിരലുകളിൽ മുത്ത് സന്ധി തോറും വേദനയും, കാൽമുട്ട് വേദനയും, നടുവേദനയും, ശരീരമാസകലം വേദനയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഉപവാസം എടുത്ത് ചേട്ടന് ഈ തൈലം നെറ്റി പൂശി കൊടുക്കുകയും ഉപ്പ് വായിൽ നാക്കിലിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു ഹോസ്പിറ്റൽ കിട്ടുകയും ഐറിസ് പോകുമ്പോഴുള്ള ഒരു ഹോസ്പിറ്റൽ കിട്ടുകയും അവിടുത്തെ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് തന്നെ പോകുമ്പോഴൊക്കെ ഞാൻ കാശ് രൂപം ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിടും. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഐറിസിൽ ആ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ ചേട്ടന് സോറിയാസിസ് ആർത്രൈറ്റിസ് ആണെന്ന് കണ്ടെത്തുകയും 1 മാസം കൊണ്ട് തന്നെ അവിടുത്തെ ചികിത്സയാണെന്ന് തന്നെ ഞാൻ പറയുന്നില്ല, എൻ്റെ മാതാവിൻ്റെ ആ ഒരു കൃപ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രോഗസൗഖ്യമാകുകയും 3 വർഷമായി ജോലിക്ക് പോകാതിരുന്ന ആൾ പിന്നീട് ജോലിക്ക് പോകാനും നല്ലതായി നടക്കുവാനും അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചേർന്ന് തന്നെ ചെയ്യാനും കഴിഞ്ഞു. ഒരു തുണി പോലും എടുത്ത് മുറുക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്കും ഒരുപാട് സങ്കടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാതാവ് വളരെയധികം രോഗസൗഖ്യം നൽകി. പിന്നീട് രണ്ടാമതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ അമ്മയുടേതാണ്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് 13 വർഷമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു അമ്മയായിരുന്നു. അപ്പോൾ ഞാൻ 4-ലും എൻ്റെ സഹോദരൻ 8-ലും പഠിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയും തമ്മിൽ ഡിവോഴ്സ്ഡായി. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരൻ പപ്പയുടെ കൂടെ പോവുകയും ഞാൻ അമ്മയുടെ കൂടെയുമായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്താണ് അമ്മയ്ക്ക് ഇത്രയും മാനസികമായി ഇത്രയും പ്രശ്നമുള്ളത് അറിയുന്നത്. ഇവരുടെ കൂടെയായിരുന്നപ്പോൾ എന്നും പള്ളിയിലും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് മാത്രമാണ് അമ്മയുടെ ഈ സംശയ രോഗമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയും രോഗമുണ്ട്, ഇത്രയും അധികം ഇതാണെന്ന് പപ്പയ്ക്ക് മാത്രമേ അറിയാമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഒറ്റയ്ക്കായപ്പോഴാണ് അമ്മയുടെ യഥാർത്ഥ അസുഖത്തിൻ്റെ ഇതും അതിൻ്റെ തീവ്രതയും ഞാൻ അറിയുന്നത്. ഒരുപാട് അനുഭവിച്ചു. അമ്മയുടെ അടുത്തായിരുന്നപ്പോൾ മാനസിക രോഗമുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് വളരെ പ്രയാസമാണ്. ഞാനപ്പോഴാണ് എല്ലാം അറിയുന്നത്. പിന്നീട് ഒരുപാട് വിഷമിച്ച അവസരങ്ങളിലെല്ലാം അമ്മേനെ 2 മാസം പൂട്ടി റൂമിനകത്തൊക്കെ ഇട്ടിട്ട് ജോലിക്കൊക്കെ പോകുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ബൈബിൾ വായന എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോഴും ഞാൻ ബൈബിളൊക്കെ എടുത്ത് നോക്കും, വായിക്കും. ഒറ്റയ്ക്ക് ആരും എൻ്റെ കൂടെ ഇല്ല, ആരടുത്തും പറയാൻ പറ്റില്ല, പുറത്ത് ആരടുത്തും മിണ്ടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അമ്മ പോയാലും ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ ഒരു തിരുഹൃദയ ഫോട്ടോ നോക്കി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു കരുതൽ കൊണ്ടാണ് എന്നെ ഇന്ന് ഈ നിലയിൽ എൻ്റെ മാതാവും ഈശോയെ എത്തിച്ചത്.
അത് കഴിഞ്ഞ് ഞാൻ 8-ലായപ്പോഴത്തേക്കും അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പപ്പയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് +2 ആയപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ അതിനു മുമ്പ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് അവിടെ പേരുകടയുള്ള അവിടെ നിന്ന് നോട്ടീസൊക്കെ വരുമായിരുന്നു. അതിനിടയിൽ തന്നെ എൻ്റെ പപ്പ എൻ്റെ സഹോദരനെ നോക്കാൻ വേണ്ടി 2ാമത് വേറെ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്തായപ്പോഴും എനിക്ക് വീട്ടിലൊന്നും പറയാൻ പറ്റില്ല. പപ്പ നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. വീട്ടിൽ അമ്മേനെ എനിക്ക് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരവസ്ഥയിൽ ഞാനിങ്ങനെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്ന നിയോഗത്തിൽ ഞാൻ അമ്മയുടെ ഇത് വെച്ചു. 2ാമത്തെ പുതുക്കലിന് മുമ്പായി തന്നെ എനിക്ക് എൻ്റെ അമ്മ എവിടെയുണ്ടെന്ന് അറിയുവാനും എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അത് ഞാൻ ഇങ്ങനെ എവിടെയാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ അമ്മ ഇവിടെ പോത്തങ്കോട് കരുണാലയത്തിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, ഞാനിങ്ങനെ കരഞ്ഞ്, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. 13 വർഷത്തിന് ശേഷം ഒരു മകളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല. അങ്ങനെ അമ്മയ്ക്ക് അറിഞ്ഞില്ല, ഇതാരാണെന്ന് എനിക്കറിയില്ല, പോകുന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന സമയത്ത് അവിടുത്തെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ അറിയാതെ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താണ് എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അമ്മയെടുത്ത് പറഞ്ഞു, കണ്ടോ, നിങ്ങളുടെ മോള് വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചാണ് നിന്നെ കിട്ടിയത്, എന്നിട്ട് ഇത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു മോളെങ്ങനെ തള്ളിക്കളയരുത്, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. അമ്മ പറഞ്ഞു, പോട്ടെ മോളെ, ഇത്രയും വർഷമായി ഞാൻ മക്കളെ കണ്ടിട്ട് അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്, എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോഴാണ് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞത്, ഇത് ഒരു മാതാവിൻ്റെ നിയോഗം പോലെയാണ്, നീ നിയോഗത്തിൽ വെച്ചത് കൊണ്ട് മാതാവ് ഇടപെട്ടതാണ്. എനിക്കന്ന് ലാലി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നിട്ട് കൂടി ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മയെ സിസ്റ്റർ കൊണ്ടുപോയി അവിടെ അവർ എണീക്കാൻ സമയത്താണ് ആ ഡോക്ടറിനോട് പറയുന്നത്, ഡോക്ടറെ, ലാലിയുടെ ബന്ധുക്കളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കണം, അവർ വല്ലാതെ വീട്ടുകാരെയൊക്കെ കാണാൻ വല്ലാത്ത ഇതിലാണ് എന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞു, ലാലി ഇവിടെ ഇരിക്കുക, എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചു. അമ്മ പറഞ്ഞു, പാലുവള്ളിയിലാണ്, എനിക്കൊരു മോളുണ്ട്, എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പോഴാണ് ആ ഡോക്ടർ, ഇതിനു മുമ്പ് പാലോട് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടുള്ള ഡോക്ടറായിരുന്നു ആ ഡോക്ടർ. അപ്പോൾ തന്നെ ഞങ്ങളുടെ ആശാവർക്കറായ ലത ആൻറ്റിയെ വിളിച്ചു. ലത ആൻറ്റി ഞങ്ങളുടെ ഒരു ബന്ധുവായിരുന്നു. അപ്പോൾ തന്നെ ലത ആൻറ്റി ചേട്ടനെ വിളിച്ച് സംസാരിച്ചു, കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, വലിയൊരു നിയോഗമാണ്, അത് വലിയൊരു സാക്ഷ്യമാണ്, നീ അവിടെ ചെന്ന് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് 13 വർഷമായി കാണാതിരുന്ന എൻ്റെ അമ്മയെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് കൊണ്ടു തന്നു. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ മിക്കപ്പോഴും പോകുവാനും അമ്മയ്ക്ക് എന്തെങ്കിലും ഒക്കെ സഹായിക്കുവാനും വന്ന് നോക്കുവാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അമ്മയ്ക്ക്. ആ മെഡിസിനും കാര്യങ്ങളും അത് പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് വീണ്ടും അസുഖം വരാം. അസുഖം നന്നായി കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആദ്യത്തിൽ നിന്നുമൊക്കെ നല്ലതുപോലെ മാറ്റം വന്നു. അപ്പോൾ അവരും പറഞ്ഞു, നന്നായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വന്ന് കണ്ടാൽ മതി, വല്ലപ്പോഴൊക്കെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടേതാണ്. ഇതെൻ്റെ മകൾ ജുവൽ. ഇവൾക്ക് 2021 ഇവൾ ജനിക്കുന്നത്. ആ സമയത്ത് കൊറോണ സമയത്താണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾക്ക് എല്ലാ മാസവും അസുഖം വരുമായിരുന്നു, കഫക്കെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും, ചുമയും പനി ന്യൂമോണിയൊക്കെ വരുമായിരുന്നു. 2 വയസ്സിനിടയിൽ 3 പ്രാവശ്യം അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ICUലൊക്കെ ആവുകയും ചെയ്തു. അവൾക്ക് എപ്പോഴും ന്യൂമോണിയ ആയിരുന്നു. എന്ത് കൊടുക്കാനും പേടിയായിരുന്നു. എന്ത് ആഹാരം കൊടുത്താലും തണുപ്പുള്ള അവസ്ഥയിൽ ഒരിടത്തും കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ വല്ലാത്തൊരു ഇതായിരുന്നു. 1 വയസ്സ് 2 വയസ്സിലെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചില്ല, ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോഴൊക്കെ ഒരു ആഘോഷത്തിന് അവൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് അമ്മ മാതാവിന് നിയോഗം വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകൾക്ക് ഒരസുഖം വന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടുള്ള ഇടയ്ക്കൊക്കെ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്ര വലുതായി ഒരു അസുഖം വന്നിട്ടില്ല. അവൾക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുത്ത അമ്മ മാതാവിന് നന്ദി. എന്ത് വന്നാലും ഞാൻ എൻ്റെ 2 മക്കൾക്ക് അസുഖം തുടങ്ങുമ്പോൾ തന്നെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചു കൊടുക്കുകയും അവർക്ക് കൊടുക്കുന്ന കഞ്ഞിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കൊടുത്ത തീരും വരെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഞ്ഞി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇനി 4ാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. ഇത് സുരേഷ്. പുള്ളിക്കാരന് മരം വെട്ടുക, അങ്ങനെ തെങ്ങിൽ കയറ്റുക, അങ്ങനെയൊക്കെയുള്ള ജോലിയാണ്, കൂലിപ്പണിയാണ്. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ അണ്ണൻ ഇതുപോലെ ഒന്ന് മരത്തിൽ നിന്ന് വീണായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞു, അളിയൻ മരത്തിൽ നിന്ന് വീണു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി, ആരടുത്തും പറയണ്ട, വീട്ടിലൊന്നും പറയണ്ട, ആരടുത്തും പറയണ്ട, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞിട്ട് പോയ നേരം മുതൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും എടുത്ത് വെച്ച് ആരടുത്തും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിൽ 2 ദിവസം ഉപവാസം
ഉപവാസം എടുക്കുന്നുണ്ട്. അമ്മയ്ക്കൊക്കെ അറിയാം ഞാൻ പ്രാർത്ഥിക്കും, ചെന്നിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മ അത് കാര്യമാക്കിയില്ല. അപ്പോൾ ഞാൻ അന്ന് ഉപവാസത്തിലും കൂടെ ആയിരുന്നു. ഞാൻ ചെന്ന് അമ്മ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞോളൂ, അമ്മ മാതാവേ, ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ നിന്ന് പോയതുപോലെ അണ്ണൻ തിരിച്ചു വരണം, ഒരു കുഴപ്പവും വരരുത്, പൊട്ടൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരരുത്. മാതാവ് പൊട്ടൽ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സഞ്ചാരി മാതാവായി ചെന്ന് അത് തൊട്ട് ഒരു സ്ക്രാച്ചാക്കി മാറ്റണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലി, ഒറ്റ ഇരിപ്പിന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 9 കരുണക്കൊന്ത നൊവേന കണക്ക് ഞാൻ ചൊല്ലി. അത് കഴിഞ്ഞ് 1 മണിയായപ്പോൾ MRI സ്കാൻ എടുത്തു, CT സ്കാൻ എടുത്തു. ആ സമയത്തൊക്കെ ചേട്ടനെ വിളിച്ച് ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ചേട്ടൻ പറഞ്ഞു ഞാൻ ഇവിടേക്ക് കൊണ്ടുപോവുകയാണ്, ഞാൻ എൻ്റെ കാശ് രൂപമാണ് എൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഞാൻ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക തന്നെ, നീ പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പവും വരില്ല, ആരോടും ഒന്നും പറയാൻ പറ്റില്ല. 1 മണി വരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. 1 മണിയായപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ റിസൾട്ടുകൾ വന്നു. ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, അതൊരു സ്ക്രാച്ച്, വാരിയലിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ, ഒരു പൊട്ടലോ വേറെ ഒരിടത്തും ഒരു ചതവോ മുറിവോ ഒന്നുമില്ല. അമ്മ മാതാവലി അത് വീണെടുത്തുനിന്ന് താഴെ ഫുള്ള് പാറക്കെട്ടായിരുന്നു, നല്ല ഹൈറ്റിൽ നിന്നാണ് വീണത്. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് വീണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരെണ്ണ തെങ്ങിൽ നിന്ന് വീണ് ഇതുപോലെ നട്ടല് പൊട്ടി. ഞാൻ അണ്ണനെ കാണുന്നതാണ്. ഞാൻ എൻ്റെ മോളെ നേഴ്സറിയിലാക്കാൻ പോകുമ്പോൾ അണ്ണെ ഒരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട്. ആ കയറിൽ പിടിച്ച് എണീച്ചിരുന്ന് നടക്കാൻ പോലും ബാത്റൂമിൽ പോകുമ്പോഴും വയ്യാത്തൊരു അവസ്ഥയിൽ അണ്ണൻ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പെട്ടെന്ന് അണ്ണൻ വീണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഞാൻ പറഞ്ഞു അമ്മ മാതാവേ, ഒരു കുഴപ്പവും വരുത്താതെ ഇനിയും ജോലിക്ക് പോകാനും ഒരു പ്രശ്നം വരുത്തരുത്. 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നു, എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. 1 ആഴ്ച ഹോസ്പിറ്റലിൽ, അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടർ തന്നെ അണ്ണനോട് ചോദിക്കുകയാണ് ഇത് എവിടെയാണ് സ്ക്രാച്ച് എവിടെയായിരുന്നു, ഇയാൾക്ക് സ്ക്രാച്ച് എവിടെയായിരുന്നു. അപ്പോൾ അണ്ണൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയില്ല ഡോക്ടർ എവിടെയാണ് സ്ക്രാച്ച് എന്ന്. അങ്ങനെ വലിയൊരു അനുഗ്രഹം തന്ന് അമ്മ മാതാവ്, വലിയൊരു അപകടത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള വലിയൊരു കൃപ തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഇനി വേറൊരു സാക്ഷ്യം എന്ന് പറയാനുള്ള, ഞങ്ങൾക്ക് സ്വന്തമായൊരു വാഹനമോ ഒന്നുമില്ലായിരുന്നു, ഒരു 2 വീലർ പോലുമില്ല, ചേട്ടന് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ചേട്ടന് ഒരു വാഹനം വാങ്ങിക്കണമെന്നൊക്കെ പെട്ടെന്നൊരു ആഗ്രഹം വരികയും എന്നോട് നിരന്തരം പറയുകയും ഓരോ വാഹനം അത് ഇന്നോവ തന്നെ വേണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും കൂടി പോകുവാൻ വേണ്ടി ഒരു ഇന്നോവ തന്നെ വേണം. അങ്ങനെ എപ്പോഴും പോകുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകും നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പോകും. തൃശ്ശൂർ വരെ പോയി നോക്കി, ഒന്നും ശരിയായില്ല. അപ്പോൾ ഇവിടെ ജപമാല റാലിക്ക് മുമ്പായി ഒരു വാഹനം വരികയും അതിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് പോയി നോക്കി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എത്ര നാളുകൊണ്ട് വാഹനം എന്ന് പറഞ്ഞ് അലഞ്ഞു നടക്കുന്നു അമ്മ മാതാവേ, ഇത് ജപമാല റാലിക്ക് മുമ്പായി വാഹനം ശരിയാക്കി കൊടുത്താൽ ആ വാഹനം കൊണ്ട് ഞങ്ങൾ അതിലവിടെ വരാം, അവിടെ വന്ന് അമ്മ മാതാവിൻ്റെ റാലിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് അത് കിട്ടിയത്. മാതാവിൻ്റെ റാലി ശനിയാഴ്ചയായിരുന്നു. ഞങ്ങൾക്കത് ഇവിടെ വരാൻ പറ്റിയില്ല. അമ്മ മാതാവിന് ഞാനത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾക്ക് വാഹനം അത് ശരിയായി ഇപ്പോൾ ഞങ്ങൾ ആ വാഹനത്തിലാണ് ഇവിടെ വന്നത്. അങ്ങനെ എനിക്ക് 4ാം ക്ലാസ് മുതൽ ശ്വാസം മുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് എപ്പോഴും ശ്വാസം മുട്ട് വരും. ഞാൻ ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇന്ന് വരെ ഇൻഹേലർ യൂസ് ചെയ്യുക, എനിക്ക് ആ ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുകൾ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ മാതാവിന് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊണ്ട് പള്ളിയിലും വീടുകളിലും ഒക്കെ നടന്നു കൊടുക്കുമ്പോൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആവശ്യക്കാർക്ക് മാത്രം അവരോട് ചോദിക്കും, ഇത് നിങ്ങൾക്ക് വേണമോ എന്ന് ചോദിച്ച് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പത്രം കൊടുക്കാറുള്ളൂ. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാനിങ്ങനെ ആദ്യത്തെ പുതുക്കലിന് മുമ്പായി തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മാതാവേ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവേ, എനിക്ക് കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാനെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എങ്ങും പോകുന്നില്ല, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ സങ്കടപ്പെടുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയെ ഇതുപോലെ മാതാവ് കൊണ്ട് തന്നത്. അപ്പോൾ അവിടെ ഒരു 98 അന്തേവാസികളുണ്ട് അമ്മയുള്ള സ്ഥലത്ത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അമ്മയ്ക്ക് മാത്രമായി ഒന്നും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ, ഇപ്പോൾ ക്രിസ്മസിന് പോയപ്പോൾ കേക്ക് ആയാലും അതെല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കാൻ കണക്കിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊരു കാരുണ്യപ്രവൃത്തിയെ ഞാൻ കാണുന്നു. പിന്നെ ആര് വന്ന് എന്ത് ചോദിച്ചാലും, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുക്കും, അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ എൻ്റെ പ്രാർത്ഥനയിലെല്ലാം എന്തെങ്കിലും സങ്കടമുള്ള വ്യക്തികളെ എനിക്കറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോഴും ജപമാലയിൽ അവരെ ഓർക്കും. ഒരു ദിവസം ഫുള്ള് സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലി തീർക്കും. കരുണക്കൊന്ത ചൊല്ലും,
ചുമ്മാ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കിട്ടുന്ന അവസരമല്ല ജോലി ചെയ്തുകൊണ്ട് നിന്നാലും എനിക്ക് എല്ലാ രഹസ്യങ്ങളും കാണാതെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കൊന്തയെടുത്ത് കയ്യിൽ വെച്ച് എപ്പോഴും ജപമാല ചൊല്ലാൻ അമ്മ മാതാവ് സഹായിച്ചു. അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ആത്മീയമായി ഒരുപാട് വളരാൻ എൻ്റെ അമ്മ സഹായിച്ചു. എന്നും പള്ളിയിൽ പോകാനും ഇന്ന് രാവിലെ വെട്ടം പോലും വീഴില്ല. എൻ്റെ മകളെയും കൊണ്ട് ഞാൻ പള്ളിയിൽ പോകും ഇന്ന് രാവിലെ പറ്റുന്ന ദിവസങ്ങളെല്ലാം മിക്ക ദിവസങ്ങളിലും രോഗങ്ങളൊന്നും വേറെ അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഇന്ന് വരെ ഉടമ്പടി എടുത്തതിൽ പിന്നെ 1 വർഷം കഴിഞ്ഞു. ഞാൻ ഇന്ന് വരെ ഒരു ഞായറാഴ്ചയും പള്ളിയിൽ മുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനെ തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ലൂക്ക 1:37 ദൈവത്തിന്